മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയും രോഹിത്തും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു നേരെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അമ്പലത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ രോഹിത്ത് ആകെപ്പാടെ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പക്ഷേ അമ്പലത്തിൽ നിന്ന് തിരികെ വരുന്ന സമയത്തിൻ്റെ അവൻ്റെ മനസ്സിലെ വല്ലാത്തൊരു ഭാരമൊക്കെ എങ്ങോട്ടേക്കോ പോയി. അവന് വല്ലാത്തൊരു ആശ്വാസം പോലെ തോന്നി. അങ്ങനെ രണ്ടുപേരും കൂടി നടന്നു പോകുന്ന സമയത്തന്നെ അലീന അവനെ നോക്കി ചോദിച്ചു, ഇപ്പം എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഏയ് ഇല്ല, അലീന ചേച്ചി എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്കൊരു പേടിയൊന്നും തോന്നുന്നില്ല എന്ന് പറയും. ഈ സമയത്ത് അവരുടെ അടുത്തു കൂടി 2-3 പേര് നടന്നു പോകുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി അടക്കം പറയുന്നത് രോഹിത് കേട്ടു. എടാ, ഇത് അവനല്ലേ, മറ്റേ പീഡന കേസിലെ പ്രതിയല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നത് കേട്ടപ്പോഴേക്കും രോഹിത്തിൻ്റെ മുഖമൊന്നും വല്ലാതെ മങ്ങി. ആ നിമിഷം തന്നെ അലീന വേഗം തന്നെ അവൻ്റെ കൈ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട കേട്ടോ എന്ന്. രോഹിത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് നല്ല ടെൻഷനുണ്ട് എന്ന് അലീനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ അവർ വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്ന വഴിക്ക് വേറെ 2 പേര് അവനെ നോക്കി എന്തൊക്കെയോ പറയുന്ന കളിയാക്കുന്നുണ്ട്. അലീന ഒട്ടും മടിച്ചു നിന്നില്ല. രോഹിത്തിൻ്റെ കൈയും പിടിച്ച് നേരെ ആ ഒരു പിള്ളേരുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. ചെന്ന പാടെ അവന്മാരുടെ എടുത്ത് നല്ലതുപോലെ അങ്ങോട്ടേക്ക് എടുത്ത് കുടയുന്നുണ്ട്. കാരണം അലീനയ്ക്ക് നല്ല ഉറപ്പുണ്ട് രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ അവൾ ധൈര്യമായിട്ട് തന്നെ അവരോട് എന്തും പറയാമല്ലോ. ബാലചന്ദ്രൻ്റെ പൈസയുടെ അഹങ്കാരത്തിലാണ് രോഹിത് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് അവരുടെ പറച്ചിൽ. പക്ഷേ അലീന അവന്മാർക്ക് ചുട്ട മറുപടി തന്നെ കൊടുത്തു. അവളുടെ ആ ഒരു സംസാരം കേട്ട് രോഹിത് പോലും ശരിക്കൊന്ന് ഞെട്ടിപ്പോയി. വാ, നമുക്ക് പോവാമെന്നും പറഞ്ഞ് അലീന രോഹിത്തിനെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. രോഹിത് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. രോഹിത്തിന് ശരിക്കും തോന്നിപ്പോയി, ഒരു പക്ഷേ അലീന ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഇപ്പോഴും ആ പഴയ ജയിലിൽക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വന്നേനെ എന്ന്. അഥവാ വന്നാൽ പോലും തനിക്കൊരിക്കലും പുറത്തിറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ തനിക്ക് ചുറ്റും വലിയൊരു സംരക്ഷണ വലയം തന്നെ ചേച്ചി തീർത്തു വെച്ചിരിക്കുകയാണ്. ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ആ അടച്ചിട്ട മുറിക്കകത്ത് താൻ ഇപ്പോഴും ഭയന്നിരിക്കേണ്ടി വന്നേനെ. അലീന കൂടെയുള്ളപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം കിട്ടുന്നത് പോലെ രോഹിതിന് തോന്നി. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ നേരെ വീട്ടിലേക്ക് വരികയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് രോഹിത് ഇങ്ങനെയൊന്ന് പുറത്തിറങ്ങുന്നതും കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നതും. അത്രയും നാൾ വീടിനകത്ത് അടച്ചിരുത്ത മുറിയിലായിരുന്നല്ലോ. ഇതിനു മുമ്പ് കുറേ നാൾ ജയിലിലുമായിരുന്നല്ലോ അവൻ. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് വൈജയന്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും കൂടി ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ വൈജയന്തിക്ക് അതൊട്ടും തന്നെ സഹിച്ചില്ല. വൈജയന്തി രോഹിത്തിനെ നോക്കി ദേഷ്യം കൊണ്ട് ചോദിച്ചു, ഇതെവിടെ പോയിട്ട് വരുന്നതാ എന്ന്. അമ്പലത്തിൽ പോയതാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു. അമ്പലത്തിലേക്കോ? അതിന് നീ അമ്പലത്തിലൊന്നും പോവാറില്ലല്ലോ എന്ന് വൈജയന്തി ചോദിച്ചു. അന്നേരം അലീന ഇടപെടുന്നുണ്ട്. അതിനിപ്പോൾ എന്താ മാഡം, ക്ഷേത്രത്തിൽ പോയതിന് എന്താ ഇത്ര കുഴപ്പം? ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോയതല്ലേ, അതിലെന്താ ഇത്ര തെറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്കറിയാമടി, നീ എൻ്റെ മോൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയോ കൈവിഷം കൊടുത്ത് മയക്കി കൂട്ടി വെച്ചിരിക്കുകയാണെന്ന്. അവനെ കൊണ്ടുപോകുന്നതൊക്കെ അതല്ലേ സത്യമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു, അങ്ങനെയാണ് മാഡത്തിന് തോന്നുന്നെങ്കിൽ എനിക്ക് പിന്നെ കൂടുതലൊന്നും പറയാനില്ല എന്ന്. പെട്ടെന്ന് തന്നെ രോഹിത് ഇടയ്ക്ക് കയറി പറഞ്ഞു, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അലീന ചേച്ചി എനിക്കൊരു കൈവേഷവും തന്നിട്ടില്ല. ഓ, അവൻ്റെ ഒരു അലീന ചേച്ചി വന്നിരിക്കുന്നു എന്ന് വൈജയന്തി മനസ്സിലിങ്ങനെ പിറുപിറുത്തു. വൈജയന്തിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു അലീനയോട്. രോഹിത്തിനെയും കൂടെ അലീന കയ്യിലെടുത്തല്ലോ എന്നൊക്കെ ഓർത്ത് വൈജയന്തിക്ക് വല്ലാത്ത ഭയമുണ്ടായിരുന്നു. എല്ലാം തൻ്റെ കൈവിട്ടു പോവാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ വലിയ ചിന്തയിലായിരുന്നു വൈജയന്തി ആ ഒരു സമയത്ത്. ഇതേ സമയം സൗദാമിനി മുത്തശ്ശി ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ദൈവമേ, അപ്പോൾ ഇത്രയും കാലം ബാലചന്ദ്രൻ്റെ മോളാണെന്നും പറഞ്ഞത് വൈജയന്തിൻ്റെ മോളായിരുന്നോ? അപ്പോൾ അവൾ തൻ്റെ സ്വന്തം മകളുടെ കുഞ്ഞായിരുന്നോ? എന്നിട്ട് താൻ ഇത്രയും കാലം അതൊന്നും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് മുത്തശ്ശി സങ്കടപ്പെട്ടു. ഒരു പക്ഷേ അതുകൊണ്ടാണോ കുഞ്ഞിരാമമേനോൻ അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, ഈ കുടുംബത്തിൽ ജീവിക്കേണ്ടവൾ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മുത്തശ്ശിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മനു ആ മുറിയിലേക്ക് കടന്നു വന്നു. മനു വന്നപ്പോൾ സൗദാനം മുത്തശ്ശി അവരോട് പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അന്നേരം മനു ചോദിച്ചു, മുത്തശ്ശിക്ക് ഇപ്പം എന്താ തോന്നുന്നത് എന്ന്. മുത്തശ്ശി അവനോട് സങ്കടത്തോടെ ചോദിച്ചു, എന്നാലും മനു, നീ എന്നോടൊരു വാക്ക് പോലും ഇതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ, നീ എന്താടാ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന്. അന്നേരം മനു പറഞ്ഞു, മുത്തശ്ശി, ഞാൻ അപ്പോഴേ മുത്തശ്ശിയോട് പറഞ്ഞിരുന്നതല്ലേ അലീന നല്ലൊരു കുട്ടിയാണ്. അപ്പം മുത്തശ്ശി എന്നോട് എന്താ പറഞ്ഞത്? അവളൊരു അനാഥയല്ലേ എന്നല്ലേ? പിന്നെ ഏറ്റവും അവസാനമല്ലേ ബാലചന്ദ്രൻ്റെ അങ്കിളുടെ മോളാണ് എന്നുള്ള സത്യം മുത്തശ്ശി അറിഞ്ഞത്? ആ സമയത്ത് ഞാനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മുത്തശ്ശി പറഞ്ഞത് അവൾ എവിടെയോ കിടന്ന് ഏതോ ഒരു സ്ത്രീക്ക് വഴി പിഴച്ചുണ്ടാവളാണെന്നൊക്കെയല്ലേ? മനു ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ മനു, എനിക്കൊന്നും അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ടും നീ പോലും എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും മനു മുത്തശ്ശിയെ അങ്ങ് ആശ്വസിപ്പിച്ചു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മുത്തശ്ശി. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ഇവിടുത്തെ ബാലചന്ദ്രനങ്ങളും പിന്നെ കൃഷ്ണമോൾക്കും മാത്രമാണ്. പക്ഷേ ആൻറ്റിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ബാക്കി വേറെ ആർക്കും അറിയത്തുമില്ല.
ഇവിടെ അച്ഛനും അമ്മക്കും എനിക്കും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അതിനുശേഷമാണ് അവളെ അച്ഛനെ അംഗീകരിച്ചത് എന്നൊക്കെ മനു മുത്തശ്ശിയോട് വിശദീകരിച്ചു. സൗദാമിനി മുത്തശ്ശിക്ക് ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം. ഒടുവിൽ മനു അവിടെ നിന്നും മുത്തശ്ശിയെ സങ്കടം മാറ്റാൻ വേണ്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വെറുതെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. തൽക്കാലത്തേക്ക് മുത്തശ്ശി ഇതൊന്നും ആരോടും പറയേണ്ട കേട്ടോ എന്ന് മനു പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ അവൻ മുത്തശ്ശിയോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇതേ സമയത്തിന് ഊർമിള നായർ ത്യാഗഭവനിലേക്ക് ചെല്ലുന്നുണ്ട്. അവരുടെ ഭർത്താവിനെയും കൂട്ടിയിട്ടാണ് അവരവിടെ എത്തിയത്. തലേ ദിവസം തന്നെ അവരെ കുഞ്ഞിനെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ അവർക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണം. അതിനായി സിസ്റ്റർ അവരോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന സിസ്റ്ററെ കണ്ടപാടെ ഊർമിള ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ ഭർത്താവാണ്, പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സിസ്റ്റർക്ക് മനസ്സിലായി കാണുമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആ മനസ്സിലായി. അങ്ങനെ അവരെ സ്വീകരിച്ചു. ദത്തെടുക്കാൻ വേണ്ടി കുറേ അധികം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയായി എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞു. എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണമല്ലോ ദത്തെടുക്കാൻ. അങ്ങനെ അവരോരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിസ്റ്റർ അവരോട് ചോദിച്ചത്, അല്ല നിങ്ങൾ ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഊർമിള മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിന്നുമോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ചിന്നുമോൾ സിസ്റ്ററുടെ അടുത്തേക്ക് വന്ന് സിസ്റ്ററുടെ കയ്യും പിടിച്ചിങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങനെ നിൽക്കുമായിരിക്കും. ആ കാഴ്ച കണ്ടപ്പോൾ ഊർമിള അവളെ തന്നെ നോക്കി നിന്നു പോയി. കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ എന്ന് അവർക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്നുമോൾ അവിടെ നിന്നും ഓടിപ്പോയി. ചിന്നുമോൾ പോയപ്പോൾ ഊർമിള സിസ്റ്ററുടെ ചിന്നുമോളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. സിസ്റ്റർ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. ചിന്നുമോളെ അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ സിസ്റ്ററോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ മോളെ ഞങ്ങൾക്ക് ദത്തെടുക്കാൻ പറ്റുമോ എന്ന്. അത് കേട്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അതെ, അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് 2 പെൺകുട്ടികളാണ്. നേരത്തെ അവൾ സ്നേഹനികേതനത്തിലായിരുന്നു, അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അപ്പോൾ അവരോടും കൂടി ഞങ്ങൾക്ക് ഈ ഒരു കാര്യമൊന്ന് പറയണമെന്ന് സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഊർമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സിസ്റ്റർ അവരോടൊക്കെ ഒന്ന് സംസാരിക്ക്, ഞങ്ങൾക്ക് അവളെ ദത്തെടുക്കാൻ വളരെ താല്പര്യമുണ്ടെന്ന് അവരോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് സിസ്റ്റർ രേവതിക്കുട്ടിയെ ഫോൺ വിളിച്ച് ചിന്നുമോൾ ഒരാളെ ദത്തെടുക്കാൻ വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. രേവതിക്കുട്ടിക്ക് അത് കേട്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം തോന്നി. ചിന്നുമോൾ വലിയൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. ചിന്നുമോൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവളെ എപ്പോഴും കാണാനൊന്നും പറ്റില്ലല്ലോ. ത്യാഗഭവനത്തിലായിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോയി കാണാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരാൾ ദത്തെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും കയറി ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം ചിന്നുമോളെ ഏറ്റവും കൂടുതൽ നോക്കി വളർത്തിയത് രേവതിക്കുട്ടിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു സങ്കടം വേദനയൊക്കെ രേവതിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്തന്നെ വീട്ടിൽ അലീന എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെച്ച് കഴിക്കാനായി എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, അല്ല രോഹിത് കഴിക്കാൻ വന്നില്ലേ എന്ന്. അന്നേരം ഞാൻ വിളിച്ചുകൊണ്ട് വരാം അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ വേഗം മുറിയിലേക്ക് കയറിപ്പോയി. രോഹിത്തിനെ കഴിക്കാൻ വിളിച്ചു. രോഹിത് അവളോട് പറയുന്നുണ്ട്, അതെ ഞാൻ പിന്നെ കഴിച്ചോളാം, പിന്നെ വന്നോളാം, നീ പൊയ്ക്കോ എന്ന്. അവൾ വിട്ടുകൊടുത്തില്ല. അച്ഛൻ വിളിക്കുന്നുണ്ട്, വേഗം താഴേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ ഒടുവിൽ രോഹിത് പതുക്കെ താഴേക്ക് ഇറങ്ങി ചെന്നു. രോഹിത് വന്ന് അവിടെ ഇരുന്നു. ആ സമയത്തിന് ബാലചന്ദ്രൻ അവനെ അത്ഭുതത്തോട് നോക്കി. കാരണം മുൻപായിരുന്നതിൽ രോഹിത് ഒരിക്കൽ പോലും അവിടെ വന്നിരിക്കില്ലായിരുന്നു. കുറേ ദിവസങ്ങളാക്കി മുറിയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലായിരുന്നല്ലോ പതിവ്. അപ്പോഴേക്കും അലീന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു, മോൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, മോളും കൂടി ഇവിടെ വന്നിരിക്കുകയെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അച്ഛാ, ഞാൻ പിന്നെ ഇരുന്നോളാമെന്ന് പറയും. ആ സമയത്തിന് രോഹിത് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ചേച്ചി ഇരിക്ക്, നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി കൃഷ്ണമോളും ഭവിതയും രോഹിത്തും എല്ലാവരും കൂടി വളരെയധികം സന്തോഷത്തോടു കൂടത്തിന് ഒരുമിച്ചിരുന്നിങ്ങനെ ആഹാരം കഴിക്കുകയാണ്. വൈജയന്തിയെ കഴിക്കാൻ വിളിക്കാനായി കൃഷ്ണമോള് പോയെങ്കിലും എനിക്ക് വേണ്ട എന്ന് വൈജയന്തി പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ വൈജയന്തി അകത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ സന്തോഷമുള്ള കാഴ്ചയൊന്നും വൈജയന്തിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. എല്ലാവരും വളരെയധികം സന്തോഷത്തോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതിൽ തന്നെ രോഹിത് പതുക്കെ പതുക്കെ നല്ല മാറ്റമൊക്കെ കാണാമായിരുന്നു. ആദ്യം വന്നിരുന്നപ്പോൾ അവനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കൃഷ്ണമോളും ഭവിതയും എല്ലാവരും കൂടി അവനോട് സംസാരിച്ച് ആ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറ്റിയെടുത്തു. പഴയതുപോലെ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. പക്ഷേ വൈജയന്തിക്ക് ഇത് കണ്ട് അവിടെ ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല. വൈജയന്തിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. തന്നെ ഇപ്പോൾ അവിടെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അച്ഛനും മക്കളും ഇപ്പോൾ ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു.
ഇത്രയും കാലം താൻ അവരുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് നടന്നു എന്നൊക്കെ വെറുതെ ആയി പോയി. ഇപ്പം കണ്ടില്ലേ, എവിടെയോ കിടന്ന് ഏതോ ഒരുത്തി വന്നപ്പോഴേക്കും അവളായി അവർക്കെല്ലാം വലുത്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വൈജയന്തിക്ക് അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. അങ്ങനെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന സമയത്തിന് കൃഷ്ണമോൾ രോഹിത്തിൻ്റെ കയ്യിൽ സ്നേഹത്തോടെ നിന്ന് പിടിച്ചു. എന്നിട്ട് രോഹിത് തെറ്റാന്ന് വിളിച്ചു. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എന്താടിയെന്ന്. ആ സമയത്തിന് കൃഷ്ണമോള് പറഞ്ഞു, ശരിക്കും ഇങ്ങനത്തെ പഴയ രോഹിതേട്ടനെ ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നറിയാമോ. കുറേ കാലമായിട്ട് രോഹിതേട്ടന് നല്ല മാറ്റമുണ്ടായിരുന്നല്ലോ. ആരുമായാലും നേരെ ചെയ്ത് സംസാരിക്കത്തു പോലുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഹരിയേട്ടനുമായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു അതിനെല്ലാത്തിനും കാരണം. അപ്പോൾ രോഹിത് സ്നേഹത്തോടെ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത്. ബാലചന്ദ്രൻ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം തൻ്റെ മക്കളിങ്ങനെ സ്നേഹത്തോട് ഒത്തൊരുമിച്ച് കഴിയുമ്പോൾ കാണാൻ അദ്ദേഹം ഒരുപാടധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനൊരവസരം കിട്ടിയത്. അതും അലീന വന്നതിന് ശേഷം. അവളാണ് ഇതിനെല്ലാത്തിനും കാരണം. മക്കളെ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശരിക്കും സാധിക്കുന്നുണ്ട്. അവളില്ലായിരുന്നെങ്കിൽ ഈ കുടുംബം ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകില്ലായിരുന്നു എന്ന് ബാലചന്ദ്രന് നന്നായിട്ടറിയാം. ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടായ സമയത്ത് കുടുംബം ശരിക്കും തകർന്ന് തരിപ്പണമായി പോയതാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനെ അടുത്തേക്ക് വിളിച്ച് അങ്ങോട്ടേക്ക് മാറി നിന്നു. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയുടെ മുൻപിൽ 2 കൈകളും കൂപ്പിക്കൊണ്ട് തൊഴുതു. അത് കണ്ട് അലീന പെട്ടെന്ന് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ നീ കാരണമാണ് ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാഴ്ച കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ മക്കൾ 3 പേരും ഇത്ര സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് കണ്ടില്ലേ. രോഹിതിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരുണ്യം അത് നിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നീ ഒരൊറ്റാൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത്. അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അന്നേരം അലീന സ്നേഹത്തോടെ പറഞ്ഞു, എന്താ അച്ഛാ ഇത്? രോഹിത് എൻ്റെ സഹോദരനല്ലേ, പിന്നെ ബാക്കി 2 പേരും എൻ്റെ സഹോദരിമാരല്ലേ. അപ്പോൾ അവർക്ക് നല്ല ജീവിതം ഉണ്ടാവണമെന്നല്ലേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കത്തുള്ളൂ. അവരെ കുഴിയിലേക്ക് തള്ളിവിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുമോ? അലീന ചോദിച്ചു. ആ സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു. ആദ്യം നീ ഇവിടെ വന്ന സമയത്ത് എനിക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ നിന്നോട് ഇത്രത്തോളം ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നീയാണ് കുടുംബത്തിൻ്റെ എല്ലാമെന്ന്. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തിൽ ഇല്ലെങ്കിൽ പോലും നിനക്ക് ഈ കുടുംബത്തെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് അച്ഛാ. വെറുതെ ആണെങ്കിൽ പോലും അച്ഛൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് കേട്ടോ എന്ന്. ഈ സമയത്ത് തന്നെ മനു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അലീനയോട് പോയി ഒന്ന് സംസാരിച്ച് നോക്കാം. ഒന്നുകൂടെ വേണമെങ്കിൽ ശരണ്യയോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഹരിയെ ഒഴിവാക്കാൻ പറയാമെന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾ ശരണ്യയോട് സംസാരിക്കുമോ എന്നൊന്നും അവൻ അറിയില്ല. എങ്കിലും അങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അവളുടെ മുൻപിൽ പോയി ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്നും അവനറിയില്ല. അതിൻ്റെ ഒരു വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ മനുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അതൊന്ന് അവളോട് എടുത്തു പറഞ്ഞേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ മനു നേരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മനു അലീനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.